ബാലചന്ദ്രനും ശിവനും കൂടിയിട്ട് ഒരു മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഇവരുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ മന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്നത്. ഈ സമയത്ത് വീട്ടിൽ കൃഷ്ണമോളും അതുപോലെ ബബിതയും അലീനയും മാത്രമേ ഉണ്ടാവുള്ളൂ. അലീനയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിന്നെ എല്ലാ കാര്യവും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നീ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ മക്കളെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. നീ അവരെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞാനിവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ അലീന പറയുകയാണ്. കൃഷ്ണയും ബബിതയും വിളിച്ചിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ദേ അലീന പറയുന്ന കാര്യങ്ങളെല്ലാം രണ്ടുപേരും അനുസരിച്ചോളണം. ഞാൻ വെളുപ്പാറാവുമ്പോഴേ ഇങ്ങെത്തത്തുള്ളൂ. അതുകൊണ്ട് ആര് വന്ന് വാതിലിൽ മുട്ടിയാലും വാതിൽ തുറക്കണ്ട. നമുക്ക് പരിചയമുള്ളതും അതുപോലെ നമുക്കുള്ളവരാണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ വാതിൽ തുറക്കാൻ പാടുള്ളൂ. ശരി അച്ഛാ എന്ന് പറഞ്ഞ് അവർ ബാലേന്ദ്രനെ യാത്രയാക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പോയ പുറകെ ബബിത റൂമിൽ കയറി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ഓ ഈ ചേച്ചിക്ക് ഇത് എന്തിൻ്റെ കേടാ, ഈ വാതിൽ എന്തിനാ ഇങ്ങനെ വലിച്ചടയ്ക്കുന്നത്? അപ്പോൾ അലീനെ പറയുന്നുണ്ട്, അത് മറ്റൊന്നും കൊണ്ടല്ല മോളെ, അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്, അതിൻ്റെ ദേഷ്യവാ. അല്ല ചേച്ചി വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല മോളെ, ഇനി വേണം കഴിക്കാൻ. അല്ല ഇത് വലിയ കഷ്ടമാണല്ലോ, അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് വേണം ആഹാരം കഴിക്കാനെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല മോളെ, ഇന്ന് അച്ഛന് പോകാൻ ധൃതിയായിരുന്നല്ലോ, അതുകൊണ്ട് അച്ഛന് നേരത്തെ കൊടുത്തേ, അക്കൂട്ടത്തിൽ നിങ്ങൾക്കും തന്നു എന്നേ ഉള്ളൂ. എങ്കിൽ വാ ചേച്ചി, ചേച്ചി കഴിക്കുക, ഞാനും കൂടെ വരാം എന്നും പറഞ്ഞ് അലീന കഴിക്കുന്ന സമയത്ത് ഇവള് അരിക്കലിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണൻ ചോദിക്കുകയാണ്, ചേച്ചി ഇന്ന് എൻ്റെ കൂടെ കിടക്കാവോ? അച്ഛനെ വിടില്ലാത്തപ്പോൾ ആകെ ഒരു ശൂന്യത പോലെയാണ്. നേരത്തെ അച്ഛനും അമ്മയും ലോഹത്തേട്ടനും അങ്ങനെ എല്ലാവരും കൂടി എന്ത് രസമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഓരോ വഴിക്കായില്ലേ ചേച്ചി, ആകെ ഒരു ഒറ്റപ്പെടലാണ് എപ്പോഴും. ചേച്ചിയും കൂടി ഇല്ലായിരുന്നെങ്കിലേ ഞാൻ ആകെപ്പാടെ ഡിപ്രഷൻ അടിച്ചു പോയേനെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് സാരമില്ല, ചേച്ചി വന്ന് മോടെ കൂടെ കിടന്നോളാം, മോളിപ്പോൾ പോയി കിടന്നു, ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വന്നോളാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കൃഷ്ണൻ ശരിയെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം ബബിതയാണെങ്കിൽ അമലിനെ വിളിക്കുന്നുണ്ട്. അച്ഛനിതുപോലെ യാത്ര പോയിരിക്കുകയാണെന്നും വെളുപ്പാറാവുമ്പോഴേ വരുവുള്ളെന്നും പറയുന്നുണ്ട്. അപ്പോൾ അമൽ പറയുന്നുണ്ട്, ഓ നല്ല സമയമാണല്ലോ, നമ്മൾ എത്ര നാളായി ഒന്ന് നേരിട്ട് കണ്ടിട്ട്. ആ അലീന നാശം വിളിച്ച് വെള്ളം വന്നേ പിന്നെ നമുക്കൊന്ന് നേരിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. നീയാണെ ഇപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാറുമില്ല. അല്ലായിരുന്നെങ്കിൽ കോളേജിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമുക്ക് നേരിട്ട് കാണാമായിരുന്നു. എന്ത് ചെയ്യാനാ, രോഹിത്തേട്ടൻ്റെ പ്രശ്നം കാരണം ഇപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. ഇവളുടെ കണ്ണാണെങ്കിലോ എപ്പോഴും എൻ്റെ പുറകെ തന്നെയുണ്ട്. ഇവളിവിടെ നിന്ന് പോയിട്ട് വേണ്ടേ നമുക്കൊന്ന് കാണാനായിട്ട്, നാശം പിടിക്കാൻ. അപ്പോൾ ഇന്നെങ്ങനെ കാര്യങ്ങൾ, നമുക്കൊന്ന് കണ്ടാലോ? ലീന ഉറങ്ങാൻ കയറുമായിരിക്കുമല്ലേ? അയ്യോ അമലെ, എനിക്കാകെ പേടിയാവുന്നുണ്ട്. 4 ഭാഗത്തും കണ്ണും ചെവിയും വെച്ചിട്ടാണ് അവൾ ഇരിക്കുന്നത്. എനിക്കാകെ പേടിയാകുന്നു. ഒരു ശബ്ദം കേട്ടാലും അവൾ പെട്ടെന്ന് ഉണരും. എന്ത് ചെയ്യാനാന്ന് പറ, നാശം പിടിക്കാനായിട്ട് ഇങ്ങനെ ഒരു മാരണം വന്നു കയറുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. അച്ഛൻ്റെ മകളാണ് പോലും. നിൻ്റെ വീട്ടുകാരാകെ കൊള്ളാലോടി. നിൻ്റെ അച്ഛനാണ് നേരത്തെ ഒരു അവിഹിതം, നിൻ്റെ ഏട്ടനാണെങ്കിലോ ഒരു പെൺകുട്ടിയെ റേപ്പും ചെയ്തു. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇതിനെപ്പറ്റിയൊന്നും അന്വേഷിക്കാറുമില്ല, ഒന്നിലും ഇടപെടാറുമില്ല. ആ ശരി ശരി, ഞാനെന്തായാലും വന്നേക്കാം. നീ കിടക്കുമ്പോൾ ആ അടുക്കള വാതിലൊന്ന് തുറന്നിട്ടേരെ. അതുപോലെ തന്നെ ഗേറ്റിൻ്റെ കൊളുത്തും ഒന്ന് എടുത്തു വെക്കുവാണെങ്കിൽ എനിക്ക് തുറന്ന് കയറി വരാൻ എളുപ്പമാവും. ഞാനെന്തായാലും ബൈക്കുമായിട്ട് വന്നേക്കാം. ബൈക്ക് കുറച്ചപ്പുറത്ത് വെച്ചതിന് ശേഷം, അല്ല പിന്നെ ഞാൻ മതിൽ ചാടി വന്നാലോ? അതായിരിക്കും ഇവിടെ നല്ലത്. കാരണം ഗേറ്റ് തുറന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടാൽ അത് മതി അവൾ എഴുന്നേക്കാനായിട്ട്. പുറകുവശത്തെ സൈഡിൽ ബൈക്ക് വെച്ചിട്ട് നീ അതേ ആവശ്യത്തു കൂടി തന്നെ മതിൽ ചാടി വന്നാൽ മതി. മതിലാണേലും അവിടെ പൊക്കക്കുറവല്ലേ, അതുകൊണ്ട് ചാടേണ്ടി വരികയില്ല. പതിയെ ഇറങ്ങിയാൽ മതി. ചാടിയാൽ ആ സൗണ്ട് കേട്ടാലും അവൾ എഴുന്നേക്കും. എന്തായാലും ഞാൻ അടുക്കളയുടെ വാതിൽ തുറന്നിട്ടേക്കാം. അവൾ ഉറങ്ങിയോ? ഇല്ല, അടുക്കളയിൽ തന്നെയുണ്ട്. നാശം. ഇപ്പം തന്നെ സമയം 11 മണിയായില്ലേ, ഇവക്കെന്താ ഉറക്കമില്ലേ? ആർക്കറിയാം. എന്തായാലും അവൾ റൂമിലേക്ക് കയറിപ്പോട്ടെ. അതിനുശേഷം ഞാൻ വന്ന് ഡോറ് ലോക്ക് തുറന്നിട്ടേക്കാം. അപ്പോൾ നീ വന്നാൽ മതി, എന്നെ വിളിച്ചതിന് ശേഷം വന്നാൽ മതി. ഞാൻ ഫോണ് വൈബ്രേഷൻ മോഡിലേക്ക് ആക്കിയേക്കാം എന്ന് പറഞ്ഞ പോലെ നിൻ്റെ ഫോണും ഓഫാക്കിയിട്ട് വേണം കയറി വരാനായിട്ട്. അങ്ങനെ അലീന അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ്
പാത്രങ്ങളൊക്കെ ക്ലീനാക്കി വെച്ചതിന് ശേഷം കൃഷ്ണയുടെ റൂമിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഹോ എവിടെയായിരുന്നു ചേച്ചി ഇത്രയും നേരം? ഞാൻ നോക്കിയിരുന്ന് മടുത്തു. എന്ത് ചെയ്യാനാ മോളെ, ഇപ്പോഴാണ് എല്ലാം കഴിഞ്ഞത്. എന്തായാലും ഞാൻ മേലൊന്ന് കഴുകിയിട്ട് വരാം. അതിനുശേഷം അലീന പോയി മേലൊക്കെ കഴുകിയിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് പഴയ കഥകളൊക്കെ പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ അന്ന് ഓഫനേജിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കൃഷ്ണയാണെങ്കിലും അതുപോലെ ഓരോരോ ബുദ്ധിമുട്ടുകളും മനസ്സിൻ്റെ വേവലാതിയും ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന ടെൻഷനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കിടന്നുറങ്ങിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് ബബിത പയ്യെ ഇറങ്ങി വന്ന് കൃഷ്ണയുടെ റൂമിൻ്റെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ അലീനയും കൃഷ്ണയും നല്ല ഉറക്കമാണ്. അപ്പോൾ തന്നെ അവൾ ഫോൺ എടുത്ത് അമലിനെ വിളിക്കുന്നുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങി, ധൈര്യമായിട്ട് നീ പോരെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അവൾ പറഞ്ഞതുപോലെ തന്നെ അമൽ മതിൽ ചാടിക്കിടന്ന് അടുക്കള വാതിൽ വഴി അകത്തേക്ക് കയറി ബബിതയുടെ റൂമിൽ ചെന്ന് ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ആ റൂമിൽ വെച്ച് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയാണ്. ഈ സമയത്ത് അവൻ വന്നതാണെങ്കിൽ പോലും 12 മണിക്കാണല്ലോ. അതുപോലെ തന്നെ ബാലേന്ദ്രൻ വരുമെന്ന് പറഞ്ഞിട്ട് പോയ സമയം ഏകദേശം വെളുപ്പ് കൂട്ടിയാണ്. 5:30 ആകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് രണ്ടുപേരും. അങ്ങനെ സമയം എങ്ങനെ ഒരു 3 മണി 4 മണിയൊക്കെ ആകാറായപ്പോഴേക്കും അമൽ പറയുന്നുണ്ട്, എന്തായാലും നേരെ എത്രയായില്ലേ, ഇനി നിന്ന് ചിലപ്പോൾ എനിക്ക് പണി കിട്ടും, അതുകൊണ്ട് ഞാൻ പോവാണ് എന്നും പറഞ്ഞ് ഭവതിയോട് യാത്ര പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് കൃഷ്ണമോൾക്കാണെങ്കിൽ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ജഗ്ഗിലാണെ വെള്ളവും ഇല്ല. അലീനയാണ് നല്ല ഉറക്കവും. അപ്പോൾ കൃഷ്ണ വിചാരിക്കുന്നുണ്ട്, പാവം അലീനേച്ചി എത്ര താമസം വന്ന് കിടന്നത്. എന്തായാലും ചേച്ചി ഉറങ്ങട്ടെ, ഞാൻ പോയി വെള്ളം എടുത്ത് കുടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ജഗ്ഗുമായിട്ട് വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് ചെല്ലുന്ന കൃഷ്ണ കാണുന്നത് അമലിനെയാണ്. മുടിയൊക്കെ വളർത്തി വല്ലാത്തൊരവസ്ഥയിൽ കാണുമ്പോഴത്തേനും പെട്ടെന്ന് അവൾ പേടിച്ചു പോയി. അവളുടെ കയ്യിൽ നിന്ന് ജഗ്ഗുപാത്രം താഴേക്ക് വീണ് പൊട്ടുന്നുണ്ട്. ചില്ലിൻ്റെ ജഗ്ഗുപാത്രമായിരുന്നു കേട്ടോ. പേടിച്ച് അലീനേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അവൾ വിളിച്ച് കാറുമ്പോഴേക്കും മോളെ കൃഷ്ണയെന്നും പറഞ്ഞ് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് അലീന. എഴുന്നേറ്റ് നോക്കിയപ്പോൾ അരികിൽ കൃഷ്ണയില്ലാന്ന് കണ്ട് ചാടി എഴുന്നേറ്റ് അവൾ അടുക്കളയിലേക്ക് ഓടി വരുന്നുണ്ട്. അവൾ വരുന്നതിന് മുമ്പ് തന്നെ ഡോറ് തുറന്ന് അമൽ വെളിയിലേക്ക് ഓടിപ്പോയി. എന്താ മോളെ, എന്താ പറ്റിയത്? ആരാ അതിലെ ഓടിപ്പോയതെന്ന് ചോദിച്ചുകൊണ്ട് അലീന വരുന്നുണ്ട്. അല്ല, ഈ ഡോർ ആരാ തുറന്നിട്ടത് എന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് പോയി ആ ഡോർ അടയ്ക്കുന്നുണ്ട്. മോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ, കാലയിൽ കുപ്പിച്ചില് കൊള്ളും എന്ന് പറഞ്ഞ് കൃഷ്ണനെ അലീന വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ചേച്ചി ഇത് വേറെ ആരുമല്ല, അമലാണ്. അമലോ? അതാരാ? ദേ ഈ നിൽക്കുന്ന ബബിതയുടെ കാമുകൻ. അപ്പോഴേക്കും ബബിത തൂണിൻ്റെ മറവിൽ നിന്ന് അങ്ങോട്ടേക്ക് വരികയാണ്. മോള് പേടിച്ചു പോയോ? ആ ചേച്ചി, ഞാനിവിടെ വന്ന് ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കിനും ദാ ഇവിടെ നിൽക്കുക അവൻ. പെട്ടെന്ന് ഞാൻ പേടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ജഗ് താഴെ പോയി, കണ്ടില്ലേ മൊത്തം പൊട്ടി. എൻ്റെ ചങ്കിടിപ്പ് ഇതുവരെ മാറിയില്ല ചേച്ചി. അത് സാരമില്ല, മോളിങ്ങ് വാ. എന്തായാലും അമല എന്നുള്ളത് മോൾ കണ്ടില്ലേ, ഇനി പേടിക്കണ്ട കേട്ടോ, ഇങ്ങ് വാ എന്ന് പറഞ്ഞ് കൃഷ്ണനെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് നേരെ ബബിതയുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താ ബബിത ഇത്? നിനക്ക് 10-13 വയസ്സുള്ള ഒരു അനീതിയുണ്ട്. ആ ഒരു വിചാരമെങ്കിലും നിനക്ക് വേണ്ടേ? ആ കുട്ടി ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്. നിന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയുള്ള ഓരോ തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടാൻ? അച്ഛനാണെങ്കിൽ വീട്ടിലില്ല, അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ, നിൻ്റെ ചേട്ടനാണെങ്കിൽ ഏതാണെന്നറിയാതെ ജയിലിൽ. എന്നിട്ടും നിനക്ക് നിൻ്റെ സുഖവും സന്തോഷമൊക്കെ തന്നെയല്ലേ വലുത്. നീ എന്താ ബബിത എത്ര പറഞ്ഞാലും മാറാത്തത്? ഉടനെ ബബിത പറയുന്നുണ്ട്, ദേ നീ മിണ്ടാതെ അടങ്ങിയിരുന്നോളാം. നീ ഈ വീട്ടിലത്തെ ജോലിക്കാരി മാത്രമാണ്, അല്ലാതെ എന്നെ ഭരിക്കാൻ നോക്കണ്ട. എനിക്കത് ഇഷ്ടവുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ആരെ വേണമെങ്കിലും വിളിച്ചു കയറ്റും. അതിന് നിനക്കെന്താടി കുഴപ്പം? എനിക്ക് കുഴപ്പമുണ്ട്. ഇത് എൻ്റെ കൂടെ വീടാണ്. ഞാൻ നിൻ്റെ അച്ഛൻ്റെ മകൾ തന്നെയാണ്. അതിനെന്തെങ്കിലും സംശയം നിനക്കുണ്ടെങ്കിലേ നീ ആ DNA ടെസ്റ്റ് എടുത്ത് നോക്ക്. അതുകൊണ്ട് ഞാൻ നിൻ്റെ അച്ഛൻ്റെ മകൾ അത് തന്നെയാണ്. എനിക്ക് നിനക്കുള്ളതുപോലെ തന്നെയുള്ള അവകാശം ഈ വീട്ടിലുണ്ട്. അതുപോലെ നിൻ്റെ മേലും എനിക്ക് അവകാശമുണ്ട്. നിനക്ക് കൃഷ്ണമോളെ നോക്കാനും അവളോട് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ലേ? അതുപോലെ എനിക്ക് നിന്നോടും അവകാശമുണ്ട്. പിന്നെ അവകാശം അത് 8ആയി പൊതിഞ്ഞ് മടക്കി അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അല്ലാതെ അതൊന്നും എൻ്റെ അടുക്കെ ഇറക്കണ്ട. നീ ഈ പറയുന്നത് എങ്ങനെയാ ബബിത ശരിയാവുന്നത്? പാതിരാത്രിയിൽ ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റിയതാണോ നീ പറയുന്ന മാന്യത?
മര്യാദയ്ക്കല്ലെങ്കിൽ അടിച്ച് ഞാൻ നിൻ്റെ പല്ല് താഴെയിടും. അടിക്കടി അടിക്ക്. നീ എന്നെ ഒന്ന് അടിച്ചു നോക്ക്. നീ എൻ്റെ ദേഹത്ത് കൈവച്ചെന്നെങ്ങാനും എൻ്റെ അമ്മ അറിയണം. അതോടെ തീർന്നു നിൻ്റെ ഇവിടുത്തെ വാസം. ഓ എന്താവാനടി? നിൻ്റെ അമ്മയോടും ഞാൻ പറയും പാതിരാത്രി കാമുകനെ വിളിച്ച് റൂമിൽ കയറ്റിയിട്ട് അവൾ ഇന്ന് സൽക്കരിക്കുകയായിരുന്നെന്ന്. എന്താടി പറയട്ടെ? അതിന് മറുപടിയായി അവളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവൾ പിന്നെയും പറയുന്നുണ്ട്, പാവം ആ ശരണ്യ, അവൾ എന്താ ആത്മാർത്ഥമായിട്ടാണ് ഹരിയെ സ്നേഹിച്ചത്. എന്നിട്ടും അതിൻ്റെ ആ അവസ്ഥ കണ്ടില്ലേ? അത് കിടക്കുന്ന ആ കിടപ്പ് കണ്ടില്ലേ? 4 പേപ്പട്ടികൾ കൂടിയിട്ട് ആ പാവത്തിനെ കടിച്ചു കീറി. അതൊക്കെ നിനക്കൊന്ന് ഓർത്തൂടെ? ശരണ്യയുടെ പ്രായമേ നിനക്കും ഉള്ളൂ. പഠിച്ച് ജോലി വാങ്ങിക്കേണ്ട സമയത്ത് അവൾ തോന്നിവാസം കാണിച്ച് നടക്കുന്നു. ദേ അലീന, മര്യാദയ്ക്കിരുന്നോണം, കൂടുതൽ സംസാരിക്കാനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അലീന അവളെ തടയുന്നുണ്ട്. നിക്കേടി അവിടെ, അങ്ങനെ അങ്ങോട്ട് കയറിപ്പോകാൻ വരട്ടെ. ഇത് മേലാലിനി ഇത് ആവർത്തിക്കരുത്. എത്രാമത്തെ പ്രാവശ്യമാണിത്? ഇതെന്താ വല്ല ലോഡ്ജും ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാണിത്. ഇവിടെ വന്ന് ഈ തോന്നിമാസം കാണിക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വരുന്നു? നീ കൂടുതൽ ന്യായമൊന്നും കത്തിക്കേണ്ടടി. നീ എൻ്റെ അച്ഛൻ്റെ മകളല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എൻ്റെ അച്ഛൻ്റെ കീപ്പായിട്ടല്ല ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ചെവിക്കല്ല് തീർത്തുന്നാൽ ഒറ്റയടി ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അലീന. ആ അടി കിട്ടിയോണ്ട് ഒന്ന് കിള്ളി പാറിയതുപോലെ തലയൊക്കെ ഒന്ന് ചുറ്റിപ്പോകുന്നുണ്ട് അവളുടേത്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, പറയടി, ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്നുകൂടെ പറയടി. നിൻ്റെ സ്വഭാവമായിരിക്കും അത്. നിൻ്റെ ചിന്തകളൊക്കെ ഏത് വഴിക്കാണ് പോകുന്നതെന്ന് നോക്കി, വൃത്തികെട്ടവളെ. അത് എൻ്റെ അച്ഛനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ ഞാൻ മകളാണെന്ന് അദ്ദേഹത്തിനും. അതുപോലെ തന്നെ അത് സത്യമാണെന്ന് ഈ കൃഷ്ണമോളും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്. കയറിപ്പൊടിയകത്ത് വൃത്തികെട്ടവളെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവളെ കുറെ ശാസിക്കുകയാണ്. ഇതൊക്കെ കണ്ടും കേട്ടും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് കൃഷ്ണമോള്. അങ്ങനെ ദേഷ്യം പിടിച്ച് ബബിത റൂമിൽ കയറി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. ഏകദേശം സമയം അപ്പോൾ 4-4:30 ആയിട്ടുണ്ടായിരുന്നു. മോള് പോയി കിടന്നോ, അച്ഛനിപ്പോൾ വരുമായിരിക്കും. തൽക്കാലം അച്ഛനോട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട. അച്ഛനതൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയുടെയും മോൻ്റെയും കേസ് കാരണം ആ പാവത്തിന് ആകെപ്പാടെ ഒരു സമാധാനമില്ല. അതിൻ്റെ കൂടെ ആ അച്ഛൻ്റെ സമാധാനം പിന്നെയും കളയിക്കാൻ നമ്മൾ ഇതോടെ പറയേണ്ട കാര്യമുണ്ടോ മോളെ? ഇല്ല ചേച്ചി, ഞാനൊന്നും പറയില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ റൂമിലേക്ക് പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ സമയം ഏകദേശം 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ വന്നിട്ട് ഡോറിന് ബെല്ലടിക്കുന്നുണ്ട്. അലീനയാണ് എഴുന്നേറ്റ് പോയി വാതിൽ തുറക്കുന്നത്. ആഹാ, അച്ഛൻ വന്നോ? എന്തായി കാര്യങ്ങൾ? അങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്നു. ശരണ്യനെ വേറെ രീതിയിൽ പോയി കണ്ട് കാശൊക്കെ കൊടുക്കാമെന്നാണ് ശിവനങ്ങൾ പറയുന്നത്. അതിനവർ സമ്മതിക്കുമോ അച്ഛാ? ആ ഒരു പെൺകുട്ടിയുടെ മാനത്തിന് ഒരു വിലയില്ലേ അച്ഛാ? എനിക്കറിയില്ല മോളെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു വശത്ത് ബാധിക്കപ്പെട്ട പെൺകുട്ടി, മറുവശത്ത് സ്വന്തം മകൻ. അതിൽ ആരെ രക്ഷിക്കണമെന്നൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും മോള് പോയൊരു ചായ എടുക്ക്, ആകെപ്പാടെ വയ്യ എന്നും പറഞ്ഞ് ചന്ദ്രൻ മുഖം കഴുകാനായിട്ട് വാഷ് ബേസിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോഴാണ് അടുക്കളയിൽ കുപ്പിച്ചില്ലുകളൊക്കെ കിടക്കുന്ന കാണുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അയ്യോ എന്താ മോളെ ഇത്? ഇവിടെ മൊത്തം ആകെ ചില്ലാണല്ലോ. അത് പിന്നെ അച്ഛാ, കൃഷ്ണമോള് രാത്രിയിൽ വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ അവളുടെ കൈ തട്ടി ജഗ് താഴെ പോയതാണ്. ആഹാ, എന്നിട്ട് ഇതെന്താ ക്ലീൻ ചെയ്യാഞ്ഞത്? ആരും ഇങ്ങോട്ട് കയറിയില്ലേ? അച്ഛാ, അത് പിന്നെ ജഗ് പൊട്ടിയപ്പോൾ തന്നെ കൃഷ്ണമോൾ ആകെ നന്നായി പേടിച്ചിരുന്നു. അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ റൂമിലേക്ക് പോയതാണ്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയില്ല, അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അത് സാരമില്ല, ഇനി ആരെങ്കിലും അടുക്കളയിലേക്ക് വന്ന് കാലയിൽ കുപ്പിച്ചിൽ കയറുന്നതിന് മുമ്പേ ഇത് വൃത്തിയാക്ക്. അങ്ങനെ അലീന അടുക്കളയെല്ലാം വൃത്തിയാക്കി ബാലേന്ദ്രനുള്ള ചായയുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അലീന ബാലേന്ദ്രന് ചായയൊക്കെ കൊണ്ട് കൊടുത്ത് ബാലേന്ദ്രൻ അവിടെ നിന്ന് ചായ കുടിക്കുകയാണ്. ഈ സമയത്ത് ബബിത അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയും ഇവിടെ നിന്ന് മുങ്ങാമെന്നുള്ള രീതിയിൽ ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ്. വെളിയിലുള്ള അവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടി അവൾ പതിയെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ദേ ഇരിക്കുന്നു അച്ഛൻ. അച്ഛനെ കണ്ടതും പെട്ടെന്ന് അവൾ ബാഗൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബബിതയെ കണ്ടതും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ മോളെ നിൻ്റെ മുഖത്ത് ഈ ഒരു പാട്? ആരോ അടിച്ചതുപോലെ ഉണ്ടല്ലോ. അപ്പം തന്നെ കൃഷ്ണമോളും അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അച്ഛൻ വന്നോ അച്ഛാ എന്നും ചോദിച്ചുകൊണ്ടാണ് അവൾ ഇറങ്ങി വരുന്നത്. വന്നു മോളെ. അല്ല എന്താ ഇവളുടെ മുഖത്ത് ഈ പാട്?
ഇത് കേട്ടിട്ട് കൃഷ്ണയൊന്നും മിണ്ടുന്നില്ല, അലീനയൊന്നും മിണ്ടുന്നില്ല, അതുപോലെ ബബിതയും ഒന്നും മിണ്ടുന്നില്ല. എന്താ മോളെ, എന്താ പറ്റിയത്? എന്താ ഇവളുടെ മുഖത്തിങ്ങനെ പാട്? അപ്പോൾ കൃഷ്ണ പയ്യെ പറയാൻ തുടങ്ങുകയാണ്, അത് പിന്നെ അച്ഛ. അപ്പോൾ അലീന അവിടെ നിന്ന് കണ്ണ് കാണിക്കുന്നുണ്ട്, ഒന്നും പറയരുതെന്ന്. അപ്പം തന്നെ കൃഷ്ണ പറയുന്നുണ്ട്, അവനെ എനിക്ക് അറിയില്ല അച്ഛ എന്ന്. എന്താ ബബിതേ, നിൻ്റെ മുഖത്ത് ഇത് എന്ത് പറ്റിയതാ? എന്നെ വെറുതെ ടെൻഷനാക്കാതെ നിങ്ങൾ കാര്യങ്ങൾ പറ. ഇവിടെ ആരെങ്കിലും ഇന്നലെ വന്നിരുന്നോ? ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചോ? എന്താ സംഭവിച്ചത്? പറ ബബിതേ, എന്താ സംഭവിച്ചത്? അലീന അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ടെൻഷൻ അടിക്കാതെ, ഒരു പ്രശ്നവുമില്ല, അച്ഛൻ സമാധാനമായിട്ട് വിട്ടിരുന്നേ. നീ എന്തായി പറയുന്നേ? ഒരു പ്രശ്നമില്ലായിട്ടാണോ ഇവളുടെ മുഖത്ത് ഈ പാട്? ഇത് നല്ലപോലെ ആരോ അടിച്ച പാടാണല്ലോ. മുഖമൊക്കെ അങ്ങ് കരിവാളിച്ചിരിക്കുന്നു. സത്യം പറ, എന്താ സംഭവിച്ചത്? എന്താ ഭവിത ഇത്? പെട്ടെന്ന് ബാലൻ കൃഷ്ണയുടെ അരികിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്താ കൃഷ്ണമോളെ സംഭവിച്ചത്? നീയും എന്നോടൊന്നും പറയാതായോ? നീയും സത്യങ്ങളെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെക്കുവാണോ? അച്ഛാ, അത് പിന്നെ വേറൊന്നുമല്ല. അച്ഛൻ ഇന്നലെ പോയി കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയുടെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അത് രാത്രി ഞാൻ വെള്ളമെടുക്കാൻ പോയപ്പോൾ അയാളെ കണ്ട് ഞാൻ പേടിച്ചു പോയി. എൻ്റെ കയ്യിൽ നിന്ന് ജഗ് താഴെ വീണ് പൊട്ടി. അയാൾ ഇറങ്ങി ഓടി. അപ്പോഴത്തേക്കിനും അലീന ചേച്ചി വന്നപ്പോഴത്തേക്കിനും അയാൾ ഇറങ്ങി ഓടിയിരുന്നു. അങ്ങനെ അലീന ചേച്ചി ബബിത ചേച്ചിനെ കുറേ ഉപദേശിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ ബബിത ചേച്ചി അച്ഛനെയും അലീന ചേച്ചിയും പറ്റി തെറ്റായിട്ട് സംസാരിച്ചു. അത് കേട്ട് ദേഷ്യം വന്ന അലീന ചേച്ചി കേട്ട് അടിച്ചതാ. ഇതൊക്കെ കേട്ട് ആകപ്പാടെ തകർന്ന കസേരയിലേക്ക് ഇരിക്കുകയാണ് നമ്മുടെ ബാലൻ. ഒറ്റ ശ്വാസത്തിൽ കൃഷ്ണമോള് സംഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ബാലൻ. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കാതെ, ഇതൊക്കെ ഉണ്ടാകുമെന്നറിയാവുന്നതുകൊണ്ടാണ് അച്ഛനോട് ഞങ്ങൾ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. ഇതൊന്നൊക്കെ കേട്ട് ബബിത ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ബാലൻ, നിൽക്കടി അവിടെ. അലീന അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ ദേഷ്യപ്പെടല്ലേ, അച്ഛനൊന്ന് കൂളായിക്കേ. അച്ഛൻ്റെ ഹാർട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് അച്ഛന് നന്നായി അറിയാലോ. എന്തിനാ മോളെ, എന്തിനാ ഞാനിനി ജീവിച്ചിരിക്കുന്നത്? തള്ള കൊല കയറി നടന്നു, മോനാണെങ്കിൽ ഇപ്പോൾ ജയിലിൽ. അടുത്തത് മോളും കൂടെ തള്ളയുടെ വഴിക്ക് പോവുകയാണെന്ന്. അതിനും കൂടി ഞാൻ സമ്മതിക്കണോ? അതല്ല, അച്ഛൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. എന്ത് മാനസികാവസ്ഥ? ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വരാനാ അലീന? എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു ശവത്തെപ്പോലാണ് നടക്കുന്നത്, വെറും ഒരു ജഡം. ബബിതയുടെ അരികിലേക്ക് ചെന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല, നിനക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പാതിരാത്രി ഒരുത്തനെ വിളിച്ചു കയറ്റും? നിനക്കൊന്നും ഒരു ശകലം പോലും ഉളുപ്പില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ബബിത ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതാരാണെന്നും ചോദിക്കുന്നുണ്ട്. കൃഷ്ണമോളോടും ചോദിക്കുന്നുണ്ട്, അതാരാണ് മോളെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ചേച്ചിയുടെ സീനിയറാണെന്ന്. വീണ്ടും ബബിതയുടെ അടുക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനും ബബിത ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്നോട് ചോദിച്ചു കേട്ടില്ലേടി, എത്ര കാലമായി ഇത് തുടങ്ങിയിട്ടെന്ന്? അത് പിന്നെ 1 വർഷമായി. അപ്പോൾ നീ ഞങ്ങളെ 1 വർഷമായിട്ട് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നാളെ ആ ശരണ്യയുടെ അവസ്ഥയായിരിക്കും നിനക്കും ഉണ്ടാകാൻ പോകുന്നത്. പാതിരാത്രി സമയത്ത് കണ്ടവന്മാരെ വിളിച്ച് അകത്തേക്ക് കയറ്റ്. ഓരോ ദിവസം എത്രമാരാ വരുന്നതെന്ന് ആർക്കറിയാം? ഇപ്പോഴത്തെ ലോകത്തിൻ്റെ കിടപ്പനുസരിച്ച് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. ശരണ്യയ്ക്കുണ്ടായ അതേ അവസ്ഥ നിനക്കുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല അച്ഛാ, അമല് പാവുക. ഇതോടെ കേൾക്കുമ്പോഴത്തേനും അടുത്ത കവിളത്ത് ബാലേന്ദ്രൻ്റെ നിന്ന് നല്ലൊരടിയും കൂടെ കിട്ടുന്നുണ്ട്. മിണ്ടിപ്പോകരുത്, അവൻ പാവമാണ് പോലും. എൻ്റെ സമതലയാകെ തെറ്റി നടക്കുക. അതിൻ്റെ കൂടെ അവളുടെ ഒരു പാവം പോലും. കയറിപ്പൊടിയകത്ത്. അതിൻ്റെ കൂട്ടത്തിൽ അവളുടെ കയ്യിലിരുന്ന ഫോണും കൂടെ ബാലൻ പിടിച്ചു വാങ്ങുന്നുണ്ട്. ഇനി അവൻ നിന്നെ എങ്ങനെ വിളിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇനി അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ബബിത റൂമിൽ കയറി വാതിലടിച്ച് കരയുന്നുണ്ട്. അലീന ഈ സമയത്ത്, അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കാതെ അച്ഛാ, മിണ്ടാതിരുന്നു എല്ലാവരും കൂടെ. വെറുതെ എല്ലാവരും കൂടെ എന്നെ വിഡ്ഢിയാക്കാനൊന്നും നോക്കണ്ട. അവൻ ആരാണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇന്നത്തോടുകൂടി അവൻ്റെ കഥ ഞാൻ തീർക്കും. ഇതൊക്കെ കേട്ട് കൃഷ്ണമോളും വന്ന് അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ അച്ഛനാണെങ്കിലോ ആങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് കണ്ടവന്മാരെ കാല് പിടിക്കാൻ വേണ്ടി അച്ഛൻ പോയിരിക്കുകയാണ് പാതിരാത്രിയിൽ. ആ സമയത്ത് പെങ്ങൾ കാമുകനെ വിളിച്ച് റൂമിൽ കയറ്റിയേക്കുന്നു. എനിക്കിതൊന്നും അങ്ങോട്ട് ഓർക്കാനേ പറ്റുന്നില്ല. പണ്ട് ഇവളുടെ തള്ള എന്ത് തെറ്റാണോ ചെയ്തത് അത് തന്നെയാണ് ഇവളും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്.